ഇന്നത്തെ എൻ്റെ ഇടയത്താഴത്തിന് ദോശയും ഓംലേറ്റും മീൻകറിയും ചായയും. പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ മക്കളെ, രാവിലെ തൊട്ടേ നെഞ്ചിരിച്ചില്ലായിരുന്നു. നോമ്പ് തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ദോശ കഴിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന്. അതാണ്ട് മോള് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കഴിക്കുകയാണ്. ഇന്ന് അവൾക്ക് നോമ്പില്ല, കുഞ്ഞായതുകൊണ്ട് എന്നും അവളെ കൊണ്ട് നമുക്കൊരു ക്ഷീണം പോലെ ഒന്ന്. അന്നേരം അവൾ പോയതിന് ശേഷം നല്ല അടുക്കളയിലോട്ടൊക്കെ കയറിയാൽ അതിനിടയ്ക്ക് എത്തിലൊക്കെ കയറി അത് കാണിച്ച് ബോറാക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് കുഞ്ഞമ്മത്തിയൊക്കെ കിട്ടി, അതൊക്കെ അങ്ങ് മുളകറിയാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അടുക്കളയിലത്തെ ജോലികൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ട. ഉച്ച കഴിഞ്ഞിട്ട് വെപ്രാളപ്പെടേണ്ടെന്ന് വെച്ചു അങ്ങനെ കുഞ്ഞമ്മത്തി കറിയൊക്കെ വെച്ചു. പിന്നെ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും എന്താണ് മാങ്ങാപ്പഴവും മറ്റേ മുന്തിരിങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജ്യൂസ് ഇരിക്കാനേ. തേയിലയും വെളിച്ചെണ്ണയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ കൊഴിയാള കിട്ടിയിട്ടുണ്ടായിരുന്നു, 4 കൊഴിയാള. അതെടുത്ത് വറുക്കാൻ വേണ്ടി മസാല പുരട്ടി വെച്ചേ. മീൻകറി ഞാൻ ഗ്യാസിലോട്ട് തിളപ്പിച്ചിട്ട് അടുപ്പിലോട്ടൊന്നാക്കും. അങ്ങനെ അടുപ്പിലോട്ടാക്കി. അതിനിടയ്ക്ക് ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടി ബീട്രൂട്ട് എടുത്തായിരുന്നു. അന്നേരം ചക്ക കിട്ടി. ആ ബീട്രൂട്ട് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഇത് മോരുകറിക്ക് വേണ്ടിയിട്ട് അരയ്ക്കുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ജീരകമൊക്കെ ചേർത്ത് അരച്ചെടുത്തതാണ്. ഇതിലോട്ട് നല്ല താളിച്ചൊക്കെ ഒഴിച്ചത് മോരുകറിയൊക്കെ ആയി. കുഞ്ഞുങ്ങൾക്ക് മോരുകറി ഭയങ്കര ഇഷ്ടം. അതിനിടയ്ക്ക് നല്ല ആടിനെയൊക്കെ കുളിപ്പിച്ച് അയ്യത്തോടെ കെട്ടി കോഴി മുട്ടയിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി വന്നതാണ്. അതിനിടയ്ക്ക് ചക്കയൊക്കെ കിട്ടിയേ. ചക്കയൊക്കെ അരിഞ്ഞ് പെട്ടെന്ന് വേവിച്ചു. ഇതിനിടയ്ക്ക് സ്കൂളിൽ വിട്ട് വന്ന പാത്തവും പൂച്ചയും തമ്മിലുള്ള മൽപ്പിട്ടതാണ്. ഭയങ്കര കളിയാശാൻ. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര കൂട്ടാട്ടോ. അങ്ങനെ കളിക്കുന്നതാണ് അവർ രണ്ടുപേരും. കളിയും കണ്ടുകൊണ്ട് സമയം പോയി തന്നില്ല. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് അടുക്കളയിലോട്ട് കയറുവാണ്. ഇന്നിപ്പം ഒരുപാടൊന്നും ഇല്ല. സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചു. സമൂസ ഫില്ലിങ്ങൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സമൂസ ഫില്ലിങ്ങൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ശരിക്കും ഒന്നും ഉണ്ടാക്കാനൊരു ഇതില്ലായിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു, നല്ല ക്ഷീണമുണ്ടായിരുന്നു. എന്നാലും എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് വിചാരിച്ചു സമൂസ ഉണ്ടാക്കിയാണ്. അങ്ങനെ സമൂസയൊക്കെ റെഡിയായി. സമയമൊക്കെ 5:30 ആയി. ഇനി ജ്യൂസൊക്കെ അടിക്കണം, ചായ ഇടണം. അങ്ങനെ മൂന്നിടയ്ക്ക് വന്ന് പള്ളിയോട് പോയി. ഞാൻ മുന്തിരിപ്പാൽ ഉണ്ടാക്കാൻ വിചാരിച്ചേ. അങ്ങനെ ജ്യൂസൊക്കെ റെഡിയായി. പള്ളിയിൽ നിന്ന് മോളെ കൊണ്ട് കഞ്ഞി വെപ്പിക്കും. അങ്ങനെ കഞ്ഞിയും മാങ്ങ ചെത്തി മാങ്ങപ്പഴവും ആക്കി സമൂസയും ഉണ്ടാക്കി. പിന്നെന്തോ പിന്നെ മുന്തിരിപ്പാൽ ജ്യൂസ്. പറ്റുള്ളൂ.